ഹലോ ഗൈസ്, നമ്മൾ ബദാമി വരെ ഒന്ന് പോവാണ്. അപ്പം ബദാമിയിലെ കുറച്ച് കാഴ്ചകളും ബദാമി എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കവർ ചെയ്ത് വരാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബദാമി പോകാൻ വേണ്ടി ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ വരെ വന്നാണ്. ഇപ്പോൾ ഒരാൾ ചെന്നൈയിൽ നിന്നെങ്ങാനും വന്ന് നേരത്തെ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടിരിക്കുക. എവിടെ നോക്കട്ടെ, അതാ നിൽക്കണ വെച്ചാൽ അങ്ങനെ ചിക്കനെ കിട്ടി. ബാംഗ്ലൂരിൽ നിന്ന് സിമ്പിളായിട്ട് ബദാമി പോവാൻ ഡയറക്റ്റ് ട്രെയിനുണ്ട് മജസ്റ്റിക്കിൽ നിന്ന്. നമ്മൾ പോകുന്ന ട്രെയിനും അതാണ്, ഗോൽഗുംബ എക്സ്പ്രസ്. വൈകിട്ട് 6:30 മജസ്റ്റിക്കിൽ നിന്ന് എടുത്തിട്ട് 4:40 പുലർച്ചെ 4:40 ആകുമ്പോൾ ബദാമി റീച്ച് ആവും. 16,536 ട്രെയിൻ നമ്പർ. ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് അന്ന് നൈറ്റ് 8:10 ബദാമിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. തിരിച്ച് 7:20 ആകുമ്പോൾ ബാംഗ്ലൂർ റീച്ച് ആവും. രാവിലെ 5:30 ഞങ്ങൾ ബദാമി റീച്ചായി. നേരെ ഒരു ഓട്ടോ എടുത്തു. ഓട്ടോയ്ക്ക് 300 രൂപയാണ് പറഞ്ഞത്. ഇവിടുന്ന് നേരെ ബദാമി കേവ്സിലേക്ക്. ചെറിയ രീതിയിൽ മഴയുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്, തണുത്ത ക്ലൈമറ്റാണ്. ജൂലൈ മാസമാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. നേരെ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓട്ടോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 6 മണിക്ക് ശേഷമാണ് എത്തുന്നുണ്ടെങ്കിൽ ബസ് ഉണ്ടാവും. ബസ് എടുത്തിട്ട് പോയാലും മതി. അപ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറയും. നമ്മളൊരു 5:45 തന്നെ കേവ്സിൻ്റെ മുന്നിൽ റീച്ചായി. 6 മണിക്ക് അത് ഓപ്പൺ ആവുള്ളൂ. ഓപ്പണായാൽ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. നമുക്ക് അവിടുന്ന് ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം, ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാവും. അത് സ്കാൻ ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. 20 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. ഈ ബദാമി എന്ന് പറയുന്നത് ചാലക്യ രാജാക്കന്മാരുടെ ക്യാപിറ്റലായിരുന്നു. ഇവിടെ മൊത്തത്തിൽ വലിയ പാറകൾ കട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഒരു ടെമ്പിളാക്കി എടുത്തിരിക്കുകയാണ്. വേറെ തന്നെ എന്താ രസമാണ് സംഭവം കാണാൻ. നമ്മൾ ചിന്തിച്ച് ഒതുക്കി എങ്ങനെ അന്ധകാലത്ത് ഇങ്ങനെ സെറ്റാക്കി എടുത്തു എന്നുള്ള ആ രീതിയിലാണ് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കയറി മേലെ എത്തിയപ്പോഴും തളർന്നു പോയി. പക്ഷേ കയറിയ എന്തായാലും മുതലായി. നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ താഴെ ഭൂതനാഥ ടെമ്പിളും താഴത്തെ പോണ്ടും വേറെ തന്നെ ഒരു വ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേക ഒരു തണുപ്പാണ് കേട്ടോ. പിന്നെ മൊത്തത്തിൽ കൊത്തുപണികളൊക്കെ ആയിട്ടതും ഒരൊറ്റ പാറ കട്ട് ചെയ്തെടുത്തുണ്ടാക്കിയാണ് ഈ മൊത്തം ഈ കൊത്തുപണികളും എല്ലാം. അത് അന്ധകാലം. അവിടെ ഒരുത്തൻ ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ്. പിന്നെ ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. ആ കേസിലൊന്നും ശ്രദ്ധിക്കണം. നമ്മളെ വേഗമോ കാര്യങ്ങളോ എന്തെങ്കിലും താഴ്ത്തി വെച്ച് പോയാൽ ടീം അടിച്ചു പോകും. ഈ മുന്നിൽ കാണുന്ന ലേക്കാണ് ബദാമിയിലെ അഗസ്ത്യ ലേക്ക്. വൺ ഓഫ് ദ ഫേമസ് ലേക്ക് ഇൻ ബദാമി. അവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ബദാമി ഫോർട്ടിലേക്ക്. ബദാമിയുടെ എന്താ പറയുക, കറക്റ്റൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അവിടെ പന്നികളും മൊത്തത്തിൽ ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് വഴി മൊത്തം. അവിടെ നിന്നൊരു 10
10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഫോർട്ടിലേക്ക്. ഫോർട്ടിൽ പിന്നെ സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് ഒന്നും ഫോർട്ടിലില്ല. നമ്മൾ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ഒരു 5 രൂപ ടിക്കറ്റ് എടുക്കണം. അവിടെ താഴെ തന്നെ മ്യൂസിയം ഉണ്ട്, അത്രേ ഉള്ളൂ ടിക്കറ്റിൻ്റെ ചാർജ് ഇവിടെ. ഇതാ നേരെ കാണുന്നതാണ് മ്യൂസിയം. നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് കയറിപ്പോയാൽ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ പോവാം. ഫസ്റ്റ് ഫോർട്ട് മേലെ പോയി ഫോർട്ട് മൊത്തം കണ്ട് തിരിച്ച് വന്നതിന് ശേഷം മ്യൂസിയം കയറണം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഫോർട്ടിലേക്കുള്ള വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ, 2 സൈഡും പാറൊക്കെ ആയിട്ട്. നമ്മളെ ഐച്ചിൻ ബാൻഡ് കൂടെ ഹേയ് ഞങ്ങൾ കഴിക്കാവുന്ന 5 ആളാണ് രാവിലെ ഇറങ്ങി ബദാമിക്ക് പുറപ്പെട്ടത്. ഒരുത്തൻ ക്യാമറ കണ്ടപ്പോഴേ ഓടി. ഇവിടുന്ന് മേലേക്ക് കയറാൻ ചെറിയ സ്റ്റെപ്പൊക്കെയാണ് കാണുന്നത്. അയ്യോ, മേലേക്ക് ഫുള്ള് ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. മൊത്തത്തിൽ ഒരാൾ ചെരിഞ്ഞ് പിടിച്ചൊക്കെ കയറണം. കയറി മേലെത്തിയാലായിരിക്കും വ്യൂ. നമ്മൾ കയറി കുറച്ച് മേലെ എത്തിയതായി മുന്നിൽ കാണുന്ന ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയാണ്. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വഴിയൊക്കെ നമുക്ക് തോന്നും അന്നത്തെ കാലത്ത് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെയും കൊത്തുപണികളും എല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള സംഭവം ചിന്തിക്കുമ്പോൾ അത് കാണാനും കാര്യത്തിനൊരു ഫീലാണത്. ഒരു തവണ മലമൊത്തം കയറി മുകളിലെത്തി വെള്ളം കണ്ടപ്പോൾ കല്ലെറിഞ്ഞ് കളിക്കുക. ഇവിടെ ഫുള്ളിങ്ങനെ പാറ കട്ട് ചെയ്ത് ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പം വെൻറ്റിലേഷൻ പോലെ എന്തോ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ ബദാമി മൊത്തത്തിൽ കാണാം. ആ ഒരു വ്യൂ നല്ല രസമുള്ളൊരു വ്യൂ ആണ്. ആ വ്യൂവും കണ്ട് ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി മ്യൂസിയം കണ്ടു. മ്യൂസിയം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ ക്യാമറ അലൗഡല്ല. അവിടെ നേരെ ഞങ്ങൾ ഒരു ബസ് എടുത്ത് നേരെ പട്ടടക്കിലേക്ക് വിട്ടു. പിന്നെ അവിടെ വേറെ ഒന്നും കാണാനില്ല, ഭൂതനാഥ ടെമ്പിളെ കാണാനുള്ളൂ. അത് ഈവനിങ് ഒരു സൺസെറ്റിൻ്റെ സമയത്ത് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് ബസ് കയറി പട്ടടക്കിലേക്ക് 1/2 മണിക്കൂറുണ്ടാവും. ഒരു 25 രൂപ വരും ഒരാൾക്ക് ടിക്കറ്റ്. അതെടുത്ത് പോയാൽ പട്ടടക്കൽ മൊത്തത്തിൽ നമുക്ക് കണ്ടിട്ട് വരാം ഈവനിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം നിങ്ങൾ ഈ കാണാനാണ് പട്ടടക്കൽ. ഒരു ചരിത്രപ്രധാനമായ ഗ്രാമമാണ് ഈ പട്ടടക്കൽ. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഭാഗികമായി ചാണൂക്യ രാജവംശം നിർമ്മിച്ച അതിമനോഹരമായ ക്ഷേത്രങ്ങളാണ് ഈ പ്രദേശം ഫുള്ളായിട്ടുള്ളത്. ഈ പട്ടടക്കൽ എന്നുള്ള പ്രദേശം 1987 യുനെസ്കോ ഏറ്റെടുത്തിട്ടുണ്ട്. അന്ന് തൊട്ടിട്ട് യുനെസ്കോൻ്റെ അണ്ടറിലാണ് ഈ പ്ലേസ് വരുന്നത്. ഏകദേശം 2 മണിയാകുമ്പോഴേക്കും പട്ടടക്കൽ മൊത്തം ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നേരെ തിരിച്ച് അവിടുന്ന് ബസ് എടുത്ത് ബദാമി സ്റ്റാൻഡിലേക്ക്.
അപ്പോഴേക്കും ഞങ്ങളൊക്കെ വിശന്ന് സൈഡായി ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഫുഡ് അടിക്കാൻ അങ്ങോട്ട് കയറി. നമ്മുടെ ബദാമി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മലയാളി ചേട്ടൻ്റെ കട ഉണ്ട്, ബിരിയാണി മാനെ. കിട്ടുന്ന ഹൈദരാബാദി ബിരിയാണി ഇട്ടു അവിടെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ്. ഞങ്ങൾ നല്ല ഹൈദരാബാദി ബിരിയാണി ചിക്കൻ കബാബും പറഞ്ഞു, കിട്ടുന്ന ഫുഡ്. അതും കഴിഞ്ഞ് നേരെ പോകാൻ ടെമ്പിളിലേക്ക്. അവിടെ നടന്നു പോകാനേ ഉള്ളൂ, സ്റ്റാൻഡിൽ നടക്കാനേ ഉള്ളൂ ടെമ്പിളിലേക്ക്. നല്ല ചെറിയ ചാറ്റൽ മഴയും കിട്ടി, നല്ലൊരു വ്യൂവും. ആ കാഴ്ചയും കണ്ട് നടന്നു വരുന്നതാക്കി മഴ അങ്ങോട്ട് കൂടി. പിന്നെ ഓടി കയറി മഴ കൊള്ളാത്തൊരു സൈഡിലേക്ക്. നല്ല മഴയും തണുത്ത കാറ്റും കിട്ടില്ല ക്ലൈമറ്റും, ഒരു രക്ഷയില്ല. നല്ല മഴയും കിട്ടി. നേരെ കൂട്ടുവിട്ട് ബസ് സ്റ്റാൻഡ് സൈഡിലേക്ക് പോകണം. അവിടുന്ന് ഒരു ഓട്ടോ ഓടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമുക്ക് ബദാമി ഏർലി മോർണിംഗ് എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ ബദാമി. നമുക്ക് നൈറ്റ് 8 മണിക്ക് തിരിച്ച് ട്രെയിനാണ്. അപ്പോൾ ഒരു 6-7 മണിയാകുമ്പോഴേക്കും നമ്മൾ ഏകദേശം സ്ഥലമൊക്കെ കണ്ട് തീരും. അപ്പോൾ പിന്നെ നേരെ 8 മണിയാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ കയറി തിരിച്ചു പോവാം. നമുക്ക് ജസ്റ്റ് ഒരു 1500 ആ ഒരു 2000 ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ബദാമി മൊത്തം കണ്ട് തിരിച്ചു പോവാം. ബാംഗ്ലൂർ ടു ബദാമി ഉള്ള എക്സ്പെൻസ് ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പം ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.